പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ പ്രതിരോധത്തിലായി CPM. ഫണ്ട് തിരിമറിയിൽ വസ്തുതകൾ വെളിപ്പെടുത്തുന്നില്ല എന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പ്രഖ്യാപനം സൃഷ്ടിച്ചത് വലിയ നാണക്കേട്. അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയ ജില്ലാ കമ്മിറ്റി അംഗത്തെ പുറത്താക്കിയതും തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്നതും ചർച്ചയാവുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ശബരിമല സ്വർണ്ണ കവർച്ചയിലെ അമ്പെ പാളി നിൽക്കുന്ന പാർട്ടിയാണ്. ഇതിന് പിന്നാലെ വന്ന രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വെളിപ്പെടുത്തൽ എങ്ങനെയൊക്കെ ക്യാപ്സ്യൂളുകൾ ഇറക്കും CPM? എന്തായാലും പാർട്ടിക്ക് വലിയ നാണക്കേടായി മാറിയ ഒരു വിഷയത്തിൽ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി കാര്യങ്ങൾ ഒതുക്കി തീർക്കാമെന്നുള്ള ശ്രമമാണ് CPM നടത്തിയത്. പക്ഷേ അത് ഈ കൂനിന്മേൽ കുരു എന്നൊക്കെ പറയുന്നത് പോലെയാണ്. കൂടുതൽ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും പാർട്ടിക്ക് കൂടുതൽ മുഖം നഷ്ടപ്പെടുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അടക്കം നടത്തിയിട്ടുള്ള പ്രസ് മീറ്റ് അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. അവിടെ വസ്തുതകൾ പുറത്തുവിടാൻ കഴിയില്ല, നിലവിലുള്ള രേഖകൾ പാർട്ടിയുടെ കൈവശമുണ്ട്, ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പുറത്തുവിടേണ്ട സാഹചര്യമില്ല, അത് ഞങ്ങൾക്കുള്ളിൽ ഇരുന്നാൽ മതി തുടങ്ങിയിട്ടുള്ള നിലപാടുകൾ ഈ തട്ടിപ്പ് അറിഞ്ഞിട്ടുകൊണ്ട് തന്നെ അത് മറച്ചു പിടിക്കാനുള്ള ശ്രമമാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വളരെ സജീവമായി ഉയർന്നു വരികയാണ്. അത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവിട്ട ആളെ സംരക്ഷിക്കുകയും വിവരങ്ങൾ പുറത്തുവിട്ട ആൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ആരോപണ വിധേയനെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് നിലവിലത്തെ സാഹചര്യം എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള വിമർശനം. ഇതോടൊപ്പം തന്നെയാണ് പാർട്ടിയുടെ മറ്റ് രക്തസാക്ഷികൾക്കായി നടത്തിയിട്ടുള്ള ഫണ്ട് പിരിവിനെ പറ്റിയും ഇപ്പോൾ വലിയ രീതിയിലുള്ള സംശയങ്ങൾ നവമാധ്യമങ്ങളിലടക്കം ഉയർത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൊലപ്പെടുത്തിയ അഭിമന്യു അടക്കമുള്ളവരുടെ കാര്യത്തിൽ നടന്നിട്ടുള്ള ഫണ്ട് ശേഖരണത്തെപ്പറ്റി വ്യാപകമായിട്ടുള്ള വിമർശനം ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. പിരിച്ച കൂടുതൽ തുകയും കുടുംബത്തിന് വേണ്ടിയോ ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയോ ചെലവഴിക്കാതെ അത് പാർട്ടിക്ക് വേണ്ടി വകമാറ്റിയെന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വളരെ സജീവമായി നിലനിൽക്കുന്നത്. അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ഇത്രയും കാലം ഈ രക്തസാക്ഷികളെ വെച്ച് പലതവണയും പല കാര്യങ്ങളിലും നേട്ടമുണ്ടാക്കുകയും ഫണ്ട് പിരിവ് നടത്തുകയും ഒക്കെ ചെയ്ത CPMന് അത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഡാമേജ് കൺട്രോളിന് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എങ്കിലും അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് CPM അനുകൂലമായിട്ടുള്ള സൈബറിടങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള വിമർശനം നടക്കുന്നു. പയ്യന്നൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പാർട്ടിക്കെതിരെ, പാർട്ടി തീരുമാനത്തിനെതിരെ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ നടക്കുന്നു. അങ്ങനെ CPMൻ്റെ കൈവിട്ടുപോയൊരു കളിയായി ഈ വിഷയം മാറിയിരിക്കുന്നു. കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുത്ത രീതി, അതോടൊപ്പം തന്നെ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന രീതി എന്നിവയെല്ലാം ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് കാരണമായി മാറിയിട്ടുണ്ട്. ശരി പ്രജിത്ത്, എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദം വലിയ പ്രതിരോധം തീർക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സ്ഥിതിക്ക് ഇനി ഈ വിവാദങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങാൻ വേണ്ടി ഇവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിൽ അടക്കം അക്രമ സംഭവങ്ങൾക്കായിരിക്കും നേതൃത്വം നൽകുക എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്.